ഹലോ ഗായ്സ്, നമ്മൾ ഇങ്ങോട്ടെന്ന് അറിയോ? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലേ പാർക്കായിട്ടുള്ള ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ് പോകുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണിമല വേളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആക്റ്റീവ് പ്ലാനറ്റ്. നമ്മളിന്ന് അങ്ങോട്ടേക്ക് പോകുക അല്ലേ. എൻട്രി തന്നെ അവിടെ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇനിയും കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്. എൻട്രിയിൽ തന്നെ വേറെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. നല്ല വെയിലായിരുന്നു കേട്ടോ. ടിക്കറ്റും കാര്യം എടുക്കാൻ വേണ്ടി റിസപ്ഷനിൽ പോയി. അവിടെ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 300 രൂപ, 19 ടു 65 വരെ 200, 65 ടു 75 വരെ അങ്ങാണ്ട് 100, പിന്നെ 76 പ്ലസ് ഫ്രീ ആണ്. പിന്നെ 0 ടു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ ചാർജസ്. വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കുടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് എല്ലാവർക്കും എടുക്കാനുള്ള അത്രയും കുടയുണ്ടായിരുന്നു. നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് അതിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് വെയിലാണെങ്കിലും കുറേ മരങ്ങളും അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ. വെയിലാണെങ്കിലും നമുക്ക് കുറേ സ്പേസ് ഉണ്ട് അവിടെ. ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിലില്ലാതെ ഇരിക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളും എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ല ഫുഡ്, അവിടെ നിന്ന് അവർ വിളിച്ച് പറഞ്ഞുതരും ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ ചെറിയ കോഫിയും സ്നാക്സും അവിടെ തന്നെയുണ്ട്. അവർ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്ന ഫുഡൊക്കെ കഴിക്കാനുള്ള ഏരിയ അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ആദ്യം പോയത്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഈ ചെറിയ ബസ് പോലുള്ളതൊക്കെ ചെറിയ കഫ്റ്റേരിയ ആണ്. കോഫി സ്നാക്സൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. അവിടെ കുടയൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ അച്ചാറ്, ഉപ്പിലിട്ടത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചായ കുടിക്കാനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രോസ്റ്റഡും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ ഏത് സമയത്ത് അറിയില്ല. ഇപ്പം ചായയും കോഫിയും അങ്ങനത്തെ ഉപ്പിലിട്ടത്, അച്ചാറ് അങ്ങനത്തെ ഒക്കെ അവിടെ തന്നെ കിട്ടും. ഇതാട്ടോ ഈ വലിയ ഹോളാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളത്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കൊണ്ടുവന്ന ഫുഡൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അവിടെ ചാർജിങ് പ്ലോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ ടൂർ വരുന്നുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം വെയിലൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇവിടത്തേക്കാണ് പോയത്. അടിപൊളി നല്ല വലിയ ഗെയിംസ് ആണ് കേട്ടോ. വലിയതാണ്, എല്ലാം വലിയതാണ്, കുഞ്ഞിതൊന്നല്ല, എല്ലാം വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്കും എല്ലാത്തിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും നമുക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്കും എല്ലാത്തിലും കയറാൻ പറ്റി. ചെല്ലുമ്പോൾ നമ്മളും കുട്ടികളായ ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അടിപൊളിയാണ്. എനിക്ക് എല്ലാ പാർക്കിലേക്ക് പോയതിനെക്കാട്ടും അടിപൊളിയായിട്ടൊരു ഫീലിംഗ് ആയിരുന്നു അവിടെ നിന്ന് തോന്നിയത്. ഒരുപാട് സമയം നമുക്ക് കളിച്ച് മതിയായൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ഒരുപാട് ചെടികൾ, പെയിൻറ്റിങ്സ്, പിന്നെ ഓരോ ചെടികൾ വരെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. നമ്മൾ അടുത്ത ഏരിയയിലുള്ള ഓരോന്നും നമ്മൾ മിസ് ചെയ്യും. നമ്മൾ ദൂരേക്കാണ് ഓരോന്ന് കാണാൻ പോകുന്നത്. ഇത്ര അടുത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്ന കാണിച്ചു തന്നിത്. ലാർജ് ഏരിയ തന്നെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആക്ടിവിറ്റീസ് ആണെങ്കിലും ഈ പാർക്കാണെങ്കിലും നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി എൻഡിങ്ങിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ അയ്യോ ഇത് കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കണം. അത്രയും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അത്രയും ദൂരമുണ്ട്. അത്രയും ദൂരം ഈ പാർക്കിങ്ങനെ പരന്ന് കിടക്കുകയാണ്. പക്ഷെ ഓരോ സ്ഥലത്തും അതിൻ്റെ ഓരോ ഗ്യാപ്പിലാണെങ്കിലും ആ ഗ്യാപ്പ് വരെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ അവരത്രയും നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോന്നാണെങ്കിലും അടിപൊളിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെടികളാണെങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വേറെ നല്ല ബട്ടർഫ്ലൈ മോഡലിലും പിന്നെ ഫ്ലവേഴ്സിൻ്റെ മോഡലും അങ്ങനെ എല്ലാ മോഡലൊക്കെ നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നൊരു അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ. പിന്നെ ഗെയിംസൊക്കെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ എത്തണം, എൻഡിലെത്തണം, കുട്ടികൾ കയറുന്നവൻ്റെ കളിക്കണം എന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മളോട് വരെ കയറാൻ തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേ ആണ് ഇത്. അടിപൊളി. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ബോഗൺവില്ലേൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂവൊക്കെ വിരിഞ്ഞിട്ട് ഈ വഴിയിൽ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിച്ചു. പക്ഷേ അടുത്തടുത്ത സ്ഥലത്ത് പോകുമ്പോൾ കഴിഞ്ഞ സ്ഥലം മിസ് ചെയ്യും. അത്രയും ദൂരമുണ്ട്, അത്രയും വെറൈറ്റി ആയിട്ട് ഇവർ ഇതുണ്ട്. കണ്ട പെയിൻറ്റിങ്സ് ആണെങ്കിൽ ഈ കൈയൊക്കെ വെച്ച് പെയിൻറ്റിങ് മറിയുന്നതിൻ്റെ അടിപൊളിയായിരുന്നു. അവിടെ കുട്ടികൾക്ക് ഉണ്ടാവും. ഞങ്ങളെല്ലാത്തിലും കയറി, ഊഞ്ഞാലയിലാണെങ്കിലും എല്ലാത്തിലും ഞങ്ങളും കയറി. അവർ പറയുന്നുണ്ട്, അവരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇതിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റിപ്പ് ലൈൻ ഉണ്ടായിരുന്നു കുട്ടിക്ക് കയറുന്നത്, അതിൽ നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു, കുട്ടിക്ക് മാത്രമേ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കണ്ടോ, എല്ലാം കുട്ടിക്ക് ഓരോ ഈ നിലത്തുള്ള പെയിൻറ്റിങ്സിൽ വരെ 10, 20, 30 കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാം വെച്ചിട്ട് തന്നെയാണ് കുട്ടികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെ പോലെ തന്നെ നമുക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കാണാൻ പോകുന്ന എല്ലാ സ്ഥലവും അടിപൊളി തന്നെയാണ്. പക്ഷെ നമ്മൾ കുറേ ദൂരം വണ്ടിയിലിരുന്നിട്ട് ചെറിയൊരു സാധനമൊക്കെ കാണാൻ പോകുന്നതിനും ഇത്രയും അടുത്ത് ഇത്രയും നല്ലൊരു പാർക്ക് കാണാൻ പോയത് എനിക്ക് നല്ല വെർത്തി ഫീലിംഗാണ് തോന്നിയത്. പിന്നെ ഒരുപാട് ടൈമുണ്ട്, നമുക്ക് ടൈം കഴിയാത്ത പോലെ തോന്നും. നേരത്തെ എത്തിയോണ്ടാണോന്നറിയില്ല, ഒരുപാട് ടൈം എൻജോയ് ചെയ്യാനുണ്ട്. അധിക പാർക്കിൽ നമ്മൾ രാവിലെ ടു 5, 6 അങ്ങനെയൊക്കെയാണല്ലോ പാർക്കിൽ ഇറങ്ങാനുള്ള ടൈം. ഇത് രാത്രി 9 മണി വരെ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം എൻജോയ് ചെയ്യാനുണ്ടാവും. പിന്നെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഓരോ ഗെയിംസ് സെറ്റ് ചെയ്യുന്നു, മ്യൂസിക് സെറ്റ് ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാത്രി വരെ നിന്നിട്ടുണ്ടായില്ല. നമ്മൾ ഒരുപാട് സമയം നിന്ന പോലെ ക്ഷീണിച്ചു, നടന്ന് തന്നെ ക്ഷീണിച്ചു. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും ചെന്ന് കയറി കളിച്ചു. കുട്ടിയൊക്കെ അവിടെ ചെന്നപ്പോൾ ഒരു സ്വർഗരാജ്യം കിട്ടിയ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അവർ കളി, അവർക്ക് മതിയാവുന്നേ ഇല്ലായിരുന്നു. ഫോട്ടോസ് എടുക്കാനൊക്കെയുള്ള ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോസ് മാത്രം ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ മക്കളിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ മക്കളുടെ പുറകെ തന്നെ ഓടിക്കളിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മേലെ കയറി നിന്നാൽ അടിപൊളി വ്യൂ ഉണ്ട്. ഇങ്ങനെ മുഴുവനായിട്ടായ പാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ഗെയിമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതും കൂടെ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്ത് നടക്കുക ചെയ്തേ. ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. നമ്മളെല്ലാവരും കുറേ സമയം ഇവിടെ ഫോട്ടോ എടുക്കുന്നു. ഫാമിലി ആയിട്ടും ഒരുമിച്ചും അങ്ങനെയൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി, അവിടെ നിന്ന് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേലത്തെ സ്പേസ്. ഇവിടെ നമുക്ക് ആ പാർക്ക് മുഴുവനായിട്ടും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. കണ്ട, ഇത്രയും ലാർജ് ഏരിയയിൽ ആ പാർക്ക് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പുതുതായിട്ട് എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ, മേലെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അവർ ഇനിയും എന്തൊക്കെയോ പുതുതായിട്ട് വാട്ടർ തീം പാർക്കാണോ എന്നറിയില്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അവിടെ എന്തൊക്കെയോ പുതിയ സംഗതികളൊക്കെ വരുന്നുണ്ട്. ആയാലും എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേ പാർക്കാണ് കേട്ടോ. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഞങ്ങൾ പോയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി ആവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയും പൊളിയായിരിക്കും കേട്ടോ. ഫുൾ ഓഫ് എല്ലാത്തിൻ്റെ ഉള്ളിലും ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞാൻ ഒരുപാട് രാത്രിയാവാൻ നിന്നില്ല, ഇരുട്ടാൻ നിന്നിട്ടുണ്ടായില്ല.
അച്ഛനും അമ്മയും വരെ ഈ ഗെയിംസൊക്കെ എൻജോയ് ചെയ്യുന്നു. അത് പറയുമ്പോൾ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത്. ഇതിലെ വ്യൂ ഇതാ കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഓഫ് ലൈറ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്, കാരണം ഒരുവിധം എല്ലാ ഇതിൻ്റെ മുകളും ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായി. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് കയറി വരുന്ന സ്ഥലമില്ലേ, അവിടെ വെയിലായതുകൊണ്ട് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കുറച്ച് സമയം കൂടെ നിന്ന് ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ അവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു ഒക്കെ ചെയ്തിട്ടുണ്ടായ. ആക്റ്റീവ് പ്ലാനറ്റ്, എല്ലാവരും ഇവിടെ വന്നാൽ ആക്റ്റീവായി പോവും. അത്രയും നല്ല പാർക്കാണ്, അത്രയും നല്ല എൻജോയ്മെൻ്റാണ്. നമുക്ക് അടിച്ച് പൊളിച്ച് പിന്നെ കളിച്ച് രസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. നമ്മൾ പോവാൻ നോക്കുമ്പോൾ ഉള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് നല്ലപോലെ എല്ലാവരും വന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ എൻജോയ് ചെയ്തിട്ട് പോവാം. ഇനി അടുത്ത വീഡിയോ ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.